ഇത് L4-L5 ഡിസ്ക് ബൾജിങ്ങും L5-S1 ഡിസ്ക് ബൾജിങ് വിത്ത് ഹെർണിയേഷനാണ് പറഞ്ഞേക്കുന്നത്. കട്ടിയുള്ള ജോലി ചെയ്യുന്നതായിരുന്നു. 1 മാസത്തിന് മുമ്പ് വേദന കൂടി പല ഹോസ്പിറ്റലിൽ പോയി. അവർ പിന്നെ ലാസ്റ്റ് സർജറി പറഞ്ഞു. 7 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയതിൽ നിന്ന് നല്ലതുപോലെ വേദന കുറവുണ്ട്. ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. നടുവേദനയും കാല് നിലത്ത് കുത്താൻ വയ്യാതെ ഒരു സൈഡ് വളഞ്ഞ് രണ്ടാക്കടെ സഹായമില്ലാതാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. കിടന്നുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റിരിക്കാനും അത്യാവശ്യം നടന്ന് മുന്നോട്ട് പോകാനും ഉള്ളൊരു രീതിയായി. ഞാൻ 23 ഫെബ്രുവരിയിൽ ഞങ്ങളിവിടെ അഡ്മിറ്റായി. ഡോക്ടർ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. വൈഫിന് ആ ട്രീറ്റ്മെൻറ്റോടുകൂടി സക്സസ് ആയി. ഞങ്ങൾ ഓൾമോസ്റ്റ് 6 മാസത്തോളം കാനഡയിലുണ്ടായിരുന്നു. ഞാൻ 34 വർഷം ബാങ്ക് ജോലി ചെയ്യുന്ന ആളാണ്. ഈ കുറേ കാലങ്ങളായിട്ട് ഇരുന്നുള്ള ജോലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെടലിയും കഴുത്തും നടുവും ഭയങ്കര പെയിനായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്നത്. വന്നതിന് ശേഷം എൻ്റെ പെടലി വേദന നല്ല മാറ്റം വന്നു. നടുവേദന കുറവുണ്ട്, തീർത്തുമായിട്ടില്ല. എനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ വരെ സജസ്റ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാനിവിടെ വരുന്നത്. ബാക്കിലൊരു ഇങ്ങനെ ഭയങ്കര കട്ടുകഴപ്പായിരുന്നു. അതിപ്പം നന്നായിട്ട് മാറി. ഇപ്പം ഞാനിവിടെ ഈ 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് വന്നത്. കുഴിത്തൈൽ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ചേർത്തിട്ട് ഉള്ള മരുന്നുകൾ കൊണ്ട് ആണ് ഇത്ര പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നത്. നമ്മുടെ തനതായ ചികിത്സകൾക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഗോത്ര സംസ്കൃതിയുടെ കാലത്ത് തന്നെ ആവിർഭവിച്ച ചില ചികിത്സകൾ ഇന്നും ആധുനികതയെ അതിശയിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. അതിലൊന്നാണ് സിദ്ധമർമ്മ ചികിത്സ. ഗ്രന്ഥങ്ങളിൽ നിന്നും വരമൊഴിയായും പൂർവികരിൽ നിന്നും വായ്മൊഴിയായും ലഭിച്ച അറിവ് പരിപൂർണമായും ഉൾക്കൊണ്ട് അന്തഃസത്ത അല്പവും ചോർന്നു പോകാതെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു വൈദ്യനെ നമുക്ക് പരിചയപ്പെടാം. പത്തനംതിട്ട കോഴഞ്ചേരി നെടുമ്പ്രയാറിലെ ശ്രീ അജിത് കുമാർ. ശ്രീ മോഹനചന്ദ്ര പണിക്കരുടെയും ശ്രീമതി വത്സലകുമാരിയുടെയും പുത്രനായി ജനിച്ച അജിത് കുമാറിന് സിദ്ധമർമ്മ ചികിത്സ ഒരു പഠന വിഷയമായിരുന്നില്ല. മറിച്ച് അറിവ് ലഭിച്ച നാൾ മുതൽ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഒപ്പം കൂട്ടിയ ഒരു ജീവിത ഭാഗമായിരുന്നു. പിതാമഹനിൽ നിന്നും നേടിയ ആ അറിവ് അതേപടി ശ്രീ അജിത് കുമാർ രോഗികൾക്കായി ഇപ്പോഴും വിനിയോഗിക്കുന്നു. ഒരു പാരമ്പര്യ ചികിത്സാ കുടുംബത്തിലാണ് അങ്ങ് ജനിച്ചത് എന്നറിഞ്ഞു. കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് ആ ചികിത്സയെപ്പറ്റി ഒന്ന് പറയാമോ? കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നത്, അതായത് എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ, അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ ആണ് പ്രൊഫഷണലായിട്ട് ഇവിടെ വൈദ്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഒരു പ്രധാനമായിട്ടും ഒരു 6-7 സ്ഥലങ്ങളിൽ, അതായത് മലയാളപ്പുഴ മുതൽ എഴുമറ്റൂർ വരെ 7 സ്ഥലങ്ങളിൽ വൈദ്യശാല അന്നത്തെ കാലത്ത് യാത്രാ സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് നടന്നുപോയി വൈദ്യശാലകളിൽ ഇരുന്ന് ഓരോ ദിവസമായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും പോളിയോ ചികിത്സയിലൊക്കെ വിദഗ്ധനായിരുന്നു. അന്ന് രാജകുടുംബത്തിലെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് പണിക്കർ സ്ഥാനം കിട്ടിയത്. അദ്ദേഹം നല്ല പ്രഗത്ഭനായൊരു വൈദ്യനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാനതിന് ശേഷം വൈദ്യരംഗത്തേക്ക് കൂടുതൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഒരാൾ ജീവനോടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ആ ചികിത്സാരീതികളെല്ലാം പകർന്നത്. നമുക്ക് ഈ താളിയോലയിലൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് നമുക്ക് അറിയില്ല. അത് നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാലും അത് ശരിക്കും ഔഷധമായിട്ട് എന്തെങ്കിലും പരാജയം കാണും.
അത് വളരെ സങ്കീർണമായുള്ള നിർമ്മിതി ഒക്കെയാണ് അതിന് ഉള്ളത്. കുഴിത്തൈലം എന്നൊക്കെ പറയുന്നത് സാധാരണ കോമൺ ആയിട്ട് നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ സിദ്ധവൈദ്യത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കുഴിത്തൈലത്തിൽ നിന്നും ഉള്ളി കഴിക്കാവുന്ന മരുന്ന് എങ്ങനെ വേർതിരിക്കണമെന്ന് ഉള്ളത് എങ്ങും കണ്ടിട്ടില്ല. അതുപോലെ ഇവിടെ ഏതൊക്കെ തരം രോഗങ്ങൾക്കാണ് പ്രധാനമായും ചികിത്സ നടത്തുന്നത്? ഇവിടെ പ്രധാനമായിട്ട് നട്ടൽ സംബന്ധമായിട്ടുള്ള, അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് സർജറി പറയുന്ന കേസുകൾ ഒക്കെയാണ് നമുക്ക് വരാറുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ്, സ്കോറിയാസിസ്, മൂക്കിലെ ദശ വളർച്ച, അതൊരു പ്രധാനപ്പെട്ട ചികിത്സയാണ്. അത് ധാരാളം ആൾക്കാർ ഒരു തൈലം മാത്രമേ ഉള്ളൂ. മൂക്കിലെ ദശ വളർച്ചയും തുമ്മലിനും തൈലം മാത്രം ഉപയോഗിച്ചാൽ അതിന് വ്യത്യാസം കിട്ടുന്നുണ്ട്. പിന്നെ സ്കിൻ ഡിസീസ്, സോറിയാസിസ് പോലുള്ളത്, പിന്നെ ആമവാദം, വാദസംബന്ധമായിട്ടുള്ള എല്ലാത്തിനും ഉണ്ട്. അതുപോലെ ഒരുപാട് പേർക്കുള്ള രോഗമാണ് ഇപ്പോൾ നടുവേദന, അതുപോലെ തന്നെ പെടലി വേദന, അല്ലെങ്കിൽ കഴുത്തുവേദന. ഇങ്ങനെ ഇവിടെ അതിനുള്ള ചികിത്സ എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? അതിന് മർമ്മ ചികിത്സയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. മർമ്മ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ നട്ടലിൻ്റെ ഇടയിലുള്ള കശരകൾക്കിടയിലുള്ള ഡിസ്കിനെ ക്രമീകരിക്കുന്ന രീതിയാണ്. ഡിസ്കിൻ്റെ ബൾജിങ് ഒക്കെ നമുക്ക് നമ്മുടെ പ്രത്യേകതര ഔഷധങ്ങൾ കൊണ്ട് അതിൻ്റെ പെട്ടെന്ന് ചുരുങ്ങുന്ന ഒരു സംവിധാനമുണ്ട്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ 2, 3, 4 ദിവസത്തിനുള്ളിൽ ഇവിടെ ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിൻ്റെ എല്ലാം റിസൾട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഡിസ്കിൻ്റെ ബൾജിങ് പെട്ടെന്ന് ചുരുങ്ങുന്നു എന്നുള്ള അത് മിക്കവാറും സർജറി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് അവർ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ആരോടെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ പറയുന്നതാണ് ഇതുപോലൊരു ചികിത്സ ഉണ്ടെന്നുള്ളത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ വന്ന് അതിനുവേണ്ടി ചികിത്സ തേടുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ഈ IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് പ്രധാനമായിട്ട് കാണുന്നതാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ്, അതുപോലെ തന്നെ ലോ ബാക്ക് ഏക്ക്. അതിനെല്ലാം എല്ലാത്തിനും പെട്ടെന്നുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഡ്മിറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അധികം എടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത രോഗികൾ, ആ അവസ്ഥയിലുള്ളവരൊക്കെ സർജറി പറയുമ്പോഴാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. നമുക്കധികം റൂംസ് ഇല്ല. അപ്പം സാധാരണ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ അഡ്മിഷൻ കൊടുക്കേണ്ടെങ്കിൽ 1-2 മാസത്തോളം ഏകദേശം അഡ്മിഷൻ ബുക്ക് ആയ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേരം കറക്റ്റ് ചെയ്ത് വിടുക ചെയ്യുന്നത്. അഡ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കാനില്ല. അപ്പോൾ അന്നേരം കറക്റ്റ് ചെയ്ത് വിടും. 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും വരുമ്പോൾ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യും. ചിലപ്പോൾ 1, 2, 3 വർഷം കൊണ്ട് ഈ വലിയ പ്രശ്നമൊന്നും നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന പലതും അങ്ങ് സുഖമായേക്കാം. ചില ശാരീരിക രോഗങ്ങൾ പലപ്പോഴും നമ്മിൽ മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുകയും മാനസികമായി നമ്മെ തകർക്കുകയും ചെയ്യും. ആജീവനാന്തം രോഗാവസ്ഥയിൽ വേദന അനുഭവിച്ച് ജീവിക്കേണ്ടി വരും എന്ന് 100% ഉറപ്പിച്ചവർക്ക് പോലും ആശ്വാസത്തിൻ്റെ പുതുവെളിച്ചം പകർന്നു നൽകി ശ്രീ അജിത് കുമാർ. ഇത് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വന്ന നസ്യ ആണ്. ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് 5 മാസത്തോളമായിട്ട് അല്ലേ 5 മാസത്തോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന നടുവേദനയാണ്. ഇത് L4, L5 ഡിസ്ക് ബൾജിങ്ങും L5S1 ഡിസ്ക് ബൾജിങ് വിത്ത് ഹെർണിയേഷനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഹെർണിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളിയിരിക്കുന്നില്ലേ, അതാണ് ഹെർണിയേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ സർജറി പറയുന്നതാണ്. അപ്പോൾ ആ സർജറി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവർ നമ്മുടെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എത്ര ദിവസമായി? 6 ദിവസമായി. അപ്പോൾ വന്നപ്പോൾ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. നടക്കാൻ വയ്യാത്ത സ്ഥിതി, വേദന സഹിക്കാൻ വയ്യാത്ത സ്ഥിതി ഒക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ വേദനയൊക്കെ നന്നായിട്ട് വ്യത്യാസമായി. ഇപ്പോൾ നടക്കാനും ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിസ്ക് ഹെർണിയേഷൻ അത് നന്നായിട്ട് ചുരുങ്ങിക്കഴിഞ്ഞാലേ ഈ വേദനകളെല്ലാം മാറുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അത് ചുരുങ്ങി വരുന്നുണ്ട്. മരുന്നുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കുഴിത്തൈലം ഉൾപ്പെടെയുള്ള മരുന്നുകൾ ചേർത്തിട്ട് ഉള്ള മരുന്നുകൾ കൊണ്ട് ആണ് ഇത്ര പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നത്. അതുപോലെ തന്നെ സർജറിയിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? എൻ്റെ പേര് അനിലാൽ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നത്. കൊല്ലം നീണ്ടകര. എനിക്ക് നടുവിൻ്റെ പ്രശ്നം കുറേ നാൾ കൊണ്ടുണ്ട്. അപ്പം മരുന്നൊക്കെ കഴിച്ചിട്ട് കുറവൊന്നുമില്ലായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കട്ടിയുള്ള ജോലി ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എന്നെ പോയിട്ട് വരുമ്പം ചിലപ്പം എന്നെ ഉളുക്കി പിടിച്ച് വേദനയൊക്കെ ആയിട്ട് വരും. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കും. ഇച്ചിരി വേദന കുറയും, വീണ്ടും ജോലിക്ക് പോകും. വീണ്ടും ഇപ്പം 1 മാസത്തിന് മുമ്പ് വേദന കൂടി പല ഹോസ്പിറ്റലിൽ പോയി. ഒരു ഹോസ്പിറ്റലിൽ ലാസ്റ്റ് അഡ്മിറ്റായി.
അവിടെ 3 ദിവസം കിടന്ന് കുറവില്ലായിരുന്നു. വേദന ഒന്നുകൂടി കൂടി. അവർ പിന്നെ ലാസ്റ്റ് സർജറി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സർജറിയോട് താല്പര്യമില്ലാത്ത കാരണം മക്കളാണ് വിളിച്ച് ചോദിച്ച് ഇവിടോട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ആയതിൽ നിന്ന് നല്ലതുപോലെ വേദന കുറവുണ്ട്. ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ഇവിടെ വീൽ ചെയറിലാണ് കയറ്റി കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സ്വന്തമായിട്ട് നടക്കുന്നു. ഇപ്പം നടക്കാനും നല്ലോണം പറ്റുന്നുണ്ട്. ബാത്റൂമിലൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇതുപോലെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നല്ലോണം ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നല്ലോണം കുറവുണ്ട്. നല്ല വേദനയ്ക്ക് നല്ല കുറവുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് സുനിൽകുമാർ. ഞാൻ അഞ്ചലിൽ നിന്നാണ് വരുന്നത്. നടുവേദനയും നിലത്ത് കുത്താൻ വയ്യാതെ ഒരു സൈഡ് വളഞ്ഞ് രണ്ടാക്കടെ സഹായമില്ലാതാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത്. ആദ്യമേ ഞാൻ സൗദിയിൽ നിന്ന് ദമാമിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 3 ദിവസം. എനിക്ക് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഇപ്പോൾ കിടന്നുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റിരിക്കാനും അത്യാവശ്യം നടന്ന് മുന്നോട്ട് പോകാനും ഉള്ളൊരു രീതിയായി. ഒരുപാട് വ്യത്യാസമുണ്ട്. പെയിൻ ഒരുപാട് കുറവുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് ജേക്കബ്. ഞാൻ നവി മുംബൈയിൽ നിന്നാണ്, വാശി. ഞങ്ങൾ ഇവിടെ 23 ഫെബ്രുവരി മുതൽ വരുന്നുണ്ട്. ഇത് 3ാമത്തെ ട്രിപ്പാണ്. 3ാമത്തെ ട്രിപ്പാണ്. ആൻറ്റിക്ക് ഒരു സ്പോണ്ടിലോസിസിൻ്റെ ഇഷ്യൂ ഉണ്ട്. അത് തുടങ്ങിയത് കൊറോണ പീരീഡിലാണ്. കൊറോണ പീരീഡ് തുടങ്ങി പുറത്ത് വേദന, കൈക്ക് വേദന, നടുവിന് വേദന, കാലിന് വേദന, ഇങ്ങനെ നീരുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഇഷ്യൂയിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അത് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങളെടുത്തത് തൃശ്ശൂരാണ്, ഒരു ഹോസ്പിറ്റലിൽ. പക്ഷേ അവർക്ക് ആക്ച്വൽ ഇഷ്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് കുറച്ച് ദിവസം ട്രീറ്റ് ചെയ്തു. ഒരു ഫുൾ കോഴ്സ് ചെയ്തിട്ട് തിരിച്ചു പോയി ബോംബെയിൽ. എന്നിട്ടും പെയിനൊന്നും കുറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ ആലുവയിൽ അത്താണിയിലെ ഒരു ഹോസ്പിറ്റലിൽ വീണ്ടും ട്രീറ്റ് ചെയ്തു. അവർക്കും ഒരാഴ്ച ട്രീറ്റ് ചെയ്തിട്ടും അവർക്കും ശരിക്കും മനസ്സിലായില്ല. ഇവരെല്ലാം ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ് അതിനാണ് ട്രീറ്റ്മെൻറ്റ് തന്നത്. അവസാനം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് 3 ഇഷ്യൂ ഉണ്ട്. ഒന്ന് നെക്കിന്, നടുവിന് താഴെ 3 ഡീജനറേഷൻ ഉണ്ട്. അതിൽ നിന്നുണ്ടായ ഇഷ്യൂകളാണിത്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ വീണ്ടും ഞങ്ങൾക്ക് പുറത്ത് പോകാനായിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു മക്കളുടെ അടുത്ത്. അത് യൂറോപ്യൻ കൺട്രി തണുപ്പുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ട്രീറ്റ് ചെയ്തേ പറ്റുമെന്ന് വന്നു. അങ്ങനെയാണ് ഈ ഡോക്ടറെക്കുറിച്ച് അറിയുന്നത്. ഞാൻ അന്വേഷിച്ച് ഈ ഡോക്ടറെക്കുറിച്ച് അറിയുന്നത്. ഞാൻ 23 ഫെബ്രുവരിയിൽ ഞങ്ങളിവിടെ അഡ്മിറ്റായി. ഇവിടെ വന്നപ്പോഴേ ഡോക്ടർ കാര്യം മനസ്സിലായി. ഡോക്ടർ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. വൈഫിന് ആ ട്രീറ്റ്മെൻറ്റോടുകൂടി സക്സസ് ആയി. ഞങ്ങൾ ഓൾമോസ്റ്റ് 6 മാസത്തോളം കാനഡയിലുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ആ തണുപ്പ് കാലത്തായിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആയി. കോട്ടയം കടുത്തുരുത്തിലാണ് വീട്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഓഫീസറായിട്ട് മാനേജറായിട്ട് റിട്ടയർഡാണ്. ഞാൻ 34 വർഷം ബാങ്ക് ജോലി ചെയ്യുന്ന ആളാണ്. ഈ കുറേ കാലങ്ങളായിട്ട് ഇരുന്നുള്ള ജോലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെടലിയും കഴുത്തും നടുവും ഭയങ്കര പെയിനായിരുന്നു. ഞാൻ കുറേ അധികം സ്ഥലത്ത് പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പെടലി വേദന നല്ല മാറ്റം വന്നു. നടുവേദന കുറവുണ്ട്, തീർത്തുമായിട്ടില്ല, എങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ വ്യത്യാസമുണ്ട്. ഹലോ, എൻ്റെ പേര് ദേവരാജൻ എന്നാണ്. ഞാൻ കുറുപ്പന്തറ സ്വദേശിയാണ്, കോട്ടയം ജില്ലയിലാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ കുറേ സ്ഥലങ്ങളിലൊക്കെ ട്രീറ്റ് ചെയ്തതാണ്. ഒന്നും ആശ്വാസം വന്നില്ല. ഓപ്പറേഷൻ വരെ സജസ്റ്റ് ചെയ്തതാണ്, ഒഴിവാക്കി. എന്നിട്ടിപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് നടുവെട്ടി ഒരു ചുവട് പോലും നടക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ബാക്കിലൊരു ഇങ്ങനെ ഭയങ്കര കട്ടുകഴപ്പായിരുന്നു. അതിപ്പം നന്നായിട്ട് മാറി. അന്ന് സാറൊരു ക്രിയ ചെയ്തു. അത് കാലിൻ്റെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് എന്നോട് കാല് ആഞ്ഞു കുടയാൻ പറഞ്ഞ് കുടഞ്ഞു കഴിഞ്ഞപ്പം നല്ല ശബ്ദം കേട്ട് ടക്കോന്നൊരൊച്ച കേട്ട് അന്നേരം ആ വിഷമം മാറി. സാറും പറഞ്ഞ് ശരിയായിട്ടുണ്ട് കേട്ടോ എന്ന്. അതിനുശേഷം എൻ്റെ ഈ പുറകിലുള്ള കട്ടുകിഴപ്പ് ശേഷം പോലും ഇല്ല. ഇപ്പം ഞാനിവിടെ ഈ 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് വന്നത്. അതുപോലെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഉപേക്ഷിച്ച പല കേസുകളും ഡോക്ടർ ഇവിടെ ചികിത്സിച്ച് ഭേദമാക്കി എന്നറിയാൻ സാധിച്ചു. ആ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് ആണ് പ്രധാനമായിട്ടും ഇവിടെ ഈ അഡ്മിറ്റ് ആയിരിക്കുന്ന മിക്കവാറും രോഗികളെല്ലാം അത് തന്നെയാണ്. ഈ ഹോസ്പിറ്റലിൽ നിന്ന്
ഒന്നിൽ അവർ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞിട്ട് വേദന മാറാതെ വരികയോ, പിന്നെ സർജറി ചെയ്ത് കഴിഞ്ഞ കേസുകൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലമായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും. എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ പിന്നെ ആ ലോക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അഴിച്ച് മാറ്റിയ ശേഷം ഒക്കെ ചെയ്യണം. അതൊന്നും പ്രായോഗികമായിട്ട് നടക്കുന്നതല്ല. അപ്പോൾ സർജറിക്ക് മുമ്പ് വരുന്നവരെ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഇവിടെ വരുന്ന രോഗികളിൽ എങ്ങനെയുള്ള രോഗികൾക്കാണ് ഇവിടെ കിടത്തി ചികിത്സ നിർദ്ദേശിക്കുന്നത്? നമുക്ക് ആദ്യം ഘട്ടത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്ത ശേഷം അത് പരിഹരിക്കാൻ നോക്കും. ആ കറക്ഷൻസിൽ പരിഹരിക്കപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ആകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ കിടത്തി ചികിത്സ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഇപ്പം തന്നെ മറ്റ് പല ദൂരദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് നിന്ന് ചികിത്സ ചെയ്യാനോ പല പ്രാവശ്യം വന്നു പോകാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സമയത്ത് നമ്മൾ അവർക്ക് നേരത്തെ ബുക്കിംഗ് ഇട്ടിട്ട് കിടന്ന് ചികിത്സിക്കാനാണ് താല്പര്യമെങ്കിൽ നേരത്തെ ബുക്കിംഗ് ഇട്ട് വന്നോളാൻ പറയും. അങ്ങനെ ഉള്ള രോഗികളെ അങ്ങനെയൊക്കെയുള്ള രോഗികളെയാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ കുഴിത്തൈലം എന്ന വളരെ ഗുണമേന്മയുള്ള ഒരു തൈലം ഇവിടെ നിർമ്മിക്കുന്നു എന്നറിഞ്ഞു. എന്താണ് ഈ കുഴിത്തൈലം, അതിൻ്റെ ഗുണങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. കുഴിത്തൈലം എന്ന് പറയുന്നത് അതിൻ്റെ റോ ആയിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കുഴിത്തൈലമാണ്. അതിനാണ് കുഴിത്തൈലം എന്ന് പറയുന്നത്. ഈ കലം പഴുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണത്തില്ലേ, ചുമന്ന കളറിലായില്ലേ. അതായത് ഇപ്പോൾ ഒരു ഇരുമ്പ് കാച്ചി പഴുപ്പിച്ചതുപോലെ ആണ് കലത്തിൻ്റെ അവസ്ഥ. ഈ തീ ഇതുപോലെ നിലനിൽക്കുന്ന ആണ്. അത് എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിറവ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ കനലിൻ്റെ പോലെ പഴുത്തിരിക്കുന്ന കലത്തിന് മാറ്റം വരാൻ പാടില്ല. അതിൻ്റെ ആ ചൂട് ഒരിക്കലും കുറയാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതിൽ നിന്ന് നമ്മൾ പല വിഭാഗങ്ങളായിട്ട് തിരിക്കും. ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുൾപ്പെടെ പുറമേ തേക്കാനുള്ള തൈലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. അത് ശുദ്ധി ചെയ്തിട്ട് അത് വയറ്റിലെ അൾസർ, അതുപോലെ ലിവർ പ്രോബ്ലംസ്, കിഡ്നി, ക്രിയാറ്റിൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ക്രിയാറ്റിനൊക്കെ കുറയുന്നത് നമുക്ക് കാണാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ട് വരുന്നത് നമുക്ക് കാണാം അതിനകത്തുനിന്ന്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ പെട്ടെന്ന് വ്യത്യാസമാകുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് നല്ല റിസൾട്ട് അതിനകത്തുനിന്ന് കിട്ടും. അത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളൊരു മരുന്നാണ്. അതിനകത്തുനിന്ന് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്ന് വേർതിരിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിനകത്തെ വെല്ലുവിളി. അതാണ് നമ്മുടെ വേറെങ്ങും അത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്, കുഴിത്തൈലം ഉണ്ട്. കുഴിത്തൈലം സിദ്ധവൈദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പല കുഴിത്തൈലങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലത് അതുപോലെ തന്നെ നമ്മുടെ വേങ്ങത്തൈലം, തേക്കും തൈലം എന്നൊക്കെ പറഞ്ഞ് അതിനകത്തുണ്ട്. അതെല്ലാം ഓരോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് വേണ്ടിയാണ്. വീതിയേറിയ പാതകളും പടുകൂറ്റൻ പാർപ്പിടങ്ങളും അത്യന്താധുനിക കളിസ്ഥലങ്ങളും എന്നു വേണ്ട, മനുഷ്യൻ തൻ്റെ സുഖസൗകര്യത്തിനായി ഭൂമിയിൽ തീർക്കുന്ന ഓരോ ഇടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് അമൂല്യങ്ങളായ നിരവധി ഔഷധ സസ്യങ്ങളാണ്. സിദ്ധമർമ്മ ചികിത്സയ്ക്കായി ഈ പരാധീനതകളെ മറികടന്നും ഔഷധങ്ങൾ ശേഖരിക്കുന്നുണ്ട് ശ്രീ അജിത് കുമാർ. ഈ ഔഷധ മരുന്നുകളുടെ ലഭ്യത എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഈ ഔഷധ മരുന്നുകളുടെ ലഭ്യതക്കുറവ്, അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി ഇവിടെ നേരിടുന്നുണ്ടോ? ഔഷധത്തിൻ്റെ ലഭ്യതക്കുറവ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മുടെ ഔഷധങ്ങൾ നമ്മൾ ഈ നീറ്റുമരുന്ന് പോലുള്ളതാകുമ്പോൾ നമ്മളത് വനത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്നത്, വനത്തിൽ നിന്നും അല്ലാതെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കിട്ടാനുള്ളത് അങ്ങനെയും നമ്മൾ ശേഖരിക്കാറുണ്ട്. പറിപ്പിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പച്ചമരുന്നുകൾ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ അത്യാവശ്യം പുറത്ത് കിട്ടാത്ത ഔഷധങ്ങളൊക്കെ നമ്മളിവിടെ പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ തന്നെ ഈ പറമ്പിൽ തന്നെ ഉണ്ട്. ഇവിടെ ചെയ്യുന്ന ചികിത്സയ്ക്ക് പൊതുവെ പഥ്യമുണ്ടോ? പഥ്യം ഇല്ലെന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾക്ക് മാത്രം ഉണക്കമീനും ബീഫും പഥ്യമായിട്ട് പറയാറുണ്ട്.
അല്ലാതെ വേറെ പഥ്യങ്ങൾ സാധാരണഗതിയിൽ ഇല്ല. സ്കിൻ ഡിസീസിന് പഥ്യം അത്യാവശ്യമുണ്ട്, ബാക്കിയുള്ളതിനൊന്നും പഥ്യങ്ങൾ കാര്യമായിട്ടില്ല. നമ്മുടെ ഈ ചക്കാലയിൽ ആയുർവേദ ഹോസ്പിറ്റലിന് വേറെ ബ്രാഞ്ചുകൾ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമുക്ക് എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ഒരു ബ്രാഞ്ചുണ്ട്. മറ്റ് 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ പലരും ആലോചിക്കുന്നുണ്ട്. അപ്പം ആ ഭാഗത്തുള്ള പേഷ്യൻസാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നതിന് പകരം ഞാനൊരു ദിവസം അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെടുന്നത്. അതിങ്ങനെ നിർബന്ധിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം. കുടുംബം, അച്ഛൻ 2 വർഷം മുമ്പ് മരണപ്പെട്ടു. അമ്മ ആരോഗ്യതയായിട്ടിരിക്കുന്നു. പിന്നെ വൈഫ്, 3 കുട്ടികൾ, ഇത്രയാണ്. ഏതാണ്ട് കുറേ വർഷങ്ങളായി ഡോക്ടർ ഇവിടെ ചികിത്സിക്കുന്നു. നിരവധി രോഗികൾക്ക് ആശ്വാസമായി അത് മുന്നോട്ട് പോകുന്നു. എന്നാലൊരു ഫ്യൂച്ചർ പ്ലാൻ, ഇത് ഏത് രീതിയിൽ ഇനി മുൻപോട്ട് കൊണ്ടുപോകണം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചിന്താഗതി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എല്ലാ ഭാഗങ്ങളിലും ചികിത്സ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ നമ്മളുടെ മരുന്നുകളൊക്കെ എത്തിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് എത്ര പേര് പഠിച്ചെടുക്കുമെന്നുള്ള അറിയത്തില്ല. ആരും അത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ അപകടം വരുന്നതായതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവരെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്. നിരവധി രോഗികൾക്ക് ആശ്വാസമേകുന്ന ഈ സിദ്ധമർമ്മ ചികിത്സാ വിദഗ്ധന് ഇനിയും നിരവധി ലക്ഷ്യങ്ങൾ ബാക്കിയുണ്ട്. തൻ്റെ കർമ്മവീഥിയിൽ അനേകം പേർക്ക് ആശ്വാസമേകുക എന്നതാണ് അതിലെ പരമമായ ലക്ഷ്യം. അത് പൂർത്തീകരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.